ഇപ്പോൾ എസ് സജീവൻ കൂടി ചേരുകയാണ്, മാധ്യമപ്രവർത്തകൻ. ശ്രീ എസ് സജീവൻ, ഇന്നലെ ഈ വിഷയത്തിന് ശേഷം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് പറയുന്നത് ഇങ്ങനെയൊരു തല്ലുണ്ടായിട്ടില്ല, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. ഈ നൃത്തം ചെയ്യുന്നതും അതുപോലെ തന്നെ മദ്യലഹരിയിൽ അവിടെ അഴിഞ്ഞാടുന്നതും സഹപ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും പിന്നീട് അത് കയ്യാങ്കളിയുമാകുന്നതും എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് എത്രമാത്രം ഭാവിയിലേക്ക് ഗുണകരമാകുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്? യാഥാർത്ഥ്യം മറയ്ക്കാൻ മാധ്യമ സൃഷ്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ല, പണ്ടേ തന്നെ ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങളൊക്കെ. അത് വിദ്യാർത്ഥി സംഘടനയിലാണെങ്കിലും യുവജന സംഘടനയിലാണെങ്കിലും പാർട്ടികളിലാണെങ്കിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങള് മാധ്യമങ്ങൾ പലപ്പോഴും കൃത്യമായി മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒറ്റയടിക്ക് മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞ് മറച്ചാൽ പോലും നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കുന്നതിന് തുല്യമാണ്. അത് ഒരിക്കൽ പോലും പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുള്ള നേതാവ് അങ്ങനെ പറയാൻ പാടില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് 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 എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം നേടുകയാണ് വേണ്ടത്. അതിന് പകരം മാധ്യമ സൃഷ്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് പണ്ടറിയാം. ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല. പണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കുമായിരുന്നു. കാരണം പ്രിന്റിൽ വരുമ്പോഴേ അതിന് തെളിവ് കാണിക്കാനില്ല. ഇപ്പോൾ വേണ്ടത്ര തെളിവുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. വിഷ്വലായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഓഡിയോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ തെളിവുകൾ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞ കാര്യവും വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ കഴിയും. അതുകൊണ്ട് ആദ്യകാലത്തൊക്കെ പല നേതാക്കന്മാരും ഈ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഒരു അടുത്ത ദിവസം തന്നെ അത് തള്ളിപ്പറയും. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ല, ഞങ്ങൾ ചെയ്തതല്ല, അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും. അതേപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ഇപ്പോൾ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നേതാവിന്റെ ഗുണമെന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ടും കൈകാര്യം ചെയ്യുക, അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് മാധ്യമങ്ങൾക്ക് മേൽ പിന്നെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മേലെ കുറ്റം ചാർത്തുന്നൊക്കെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അത് ഒരു നേതൃഗുണത്തിന്റെ ലക്ഷണമല്ല എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതിലൊരു വീഴ്ച സംഭവിച്ചു. വിദ്യാർത്ഥികളാണ്, അവർക്ക് പക്വതക്കുറവുണ്ടാകാം, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു, ആ തെറ്റ് തിരുത്തും എന്നുള്ള ഒരു വാക്ക് ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്നില്ല എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും ഈ KSU പ്രസിഡന്റ് എടുത്തിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. മാത്രവുമല്ല, KPCC അധ്യക്ഷനെ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് KPCC പ്രസിഡന്റ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഒരു അച്ചടക്ക സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, തമ്മിൽ തല്ലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ KSU പ്രസിഡന്റിനോട് വിശദീകരണം ചോദിക്കണം എന്നും ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ KPCC അധ്യക്ഷന് സാധ്യമാവുമോ ശ്രീ സജീവൻ? അവസാനത്തെ ചോദ്യമാണ് നമുക്ക് പലപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയാൻ പറ്റാതെ. കാരണം പല ഗ്രൂപ്പുകളും പല പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറ്റുമോ, അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പലപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം KPCC പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പക്ഷേ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി ഒക്കെ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാർ ശക്തമായിട്ട് തന്നെ അതിനെതിരെ രംഗത്ത് വരും. അതിന്റെ ഈ സംഭവിച്ച കാര്യങ്ങളുടെ ശരിതെറ്റുകളിലേക്ക് എല്ലാ ആളുകൾ പോവുക, അത്തരത്തിലുള്ള ഗ്രൂപ്പുകാർ പോവുക. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് അത് കണ്ടറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പക്ഷെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ നോക്കൂ, ഈ KSU പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഒരു വളരെ അച്ചടക്കപരമായിട്ടാണ് കാര്യങ്ങൾ പോയത്. സംഘടനാത്ത കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തിട്ട് വളരെ ജന്മതയോട് കൂടിയിട്ടാണ് പിരിഞ്ഞത് എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പിന്നീട് KPCC പ്രസിഡന്റ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കേണ്ട കാര്യമുണ്ടല്ലോ. അവിടെ തന്നെ പാർട്ടി നേതൃത്വത്തിന് ഇവിടെ ഗുരുതരമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ട് വിവരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അന്വേഷണം നടന്നത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പോൾ പുറത്തു വന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിശദീകരണം ചോദിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ KSU പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. KSU പ്രസിഡന്റിന് ബോധ്യപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന
KSU സാധാരണ അണികൾക്ക് ബോധ്യപ്പെടും, കോൺഗ്രസ് പ്രവർത്തകർക്ക് ബോധ്യപ്പെടും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി ശ്രീ സജീവൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.